വടകരയിലേക്ക് പോകാം. എം.എസ്. അനീഷ് കുമാർ നമുക്കിപ്പം ഉണ്ടെന്ന് കരുതുന്നു. അനീഷ്, വടകരയുടെ ചിത്രത്തിൽ ഇന്നത്തെ ദിവസം അതിന്റെ പാരമ്യത്തിലാണ് ആവേശം. അനീഷ് ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? എങ്ങനെയാണ് വടകരയുടെ അവസാന ദിവസത്തെ തെരഞ്ഞെടുപ്പ് ആവേശം നടക്കുന്നത്? സജിത്ത്, കഴിഞ്ഞ ഒരു 10-20 വർഷമായി തെരഞ്ഞെടുപ്പുകൾ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകൾ പോലെയുള്ള ഇടങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം ആവേശം തികഞ്ഞ ഒരു തെരഞ്ഞെടുപ്പും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം കടത്തനാട്ടിന്റെ മണ്ണിൽ ഒരുപാട് പോരാട്ടങ്ങൾ നടന്ന മണ്ണാണ്. പക്ഷേ ഇത്തവണയാണ് അക്ഷരാർത്ഥത്തിൽ ആവേശമായ ആൾക്കൂട്ടം ആവേശവുമായി മാറുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാണുന്നത്. കാരണം രണ്ട് സ്ഥാനാർത്ഥികളുടെ ഒപ്പവും എപ്പോഴും വലിയൊരു ജനസമുദ്രമാണ്. ഇവിടെ എന്നും കൊട്ടിക്കലാശമാണ് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മാറിയിരുന്നത്. രണ്ട് ജനകീയരായ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അതുകൊണ്ട് ഇന്ന് കൊട്ടിക്കലാശ ദിനം അങ്ങേയറ്റം സംഭവബഹുലമായ ദിനമായി തന്നെ മാറും. ജനക്കൂട്ടം ഓരോ നിമിഷം കഴിയും തോറും ഇളകി മറിയുന്ന കാഴ്ചകൾ തന്നെ കാണാൻ കഴിയുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ നമ്മൾ ഇടത് സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർക്കൊപ്പമാണ്. എന്തായാലും ആ ടീച്ചർ കൊയിലാണ്ടിയിൽ നിന്നാണ് ഇന്നത്തെ ഈ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഈ യാത്ര വളർന്ന് തലശ്ശേരിയിലേക്ക് എത്തുമ്പോൾ ഇതൊരു ജനസമുദ്രമായി മാറുമെന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. ടീച്ചറെ, 1.5 മാസം നീണ്ട പ്രചാരണം അവസാനിക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ്? വലിയ ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. ഇന്നലെ വടകരയുടെ പരിപാടിയുടെ സമാപനത്തിന് കടലോര മേഖലകളിലൂടെയാണ് സഞ്ചരിച്ചത്. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ കടലോര മേഖലയിലെ മുഴുവൻ ജനങ്ങളും അവിടെ വന്നു ചേർന്നു. അവസാനത്തെ പരിപാടി ഒരു റോഡ് ഷോ ആയിരുന്നു. അതിൽ സ്ത്രീകളും കുട്ടികളും ചെറുപ്പക്കാരും എല്ലാം അടങ്ങിയിട്ടുള്ള യൂത്തിന്റെ വലിയൊരു ആവേശം തന്നെയാണ് അവിടെ കണ്ടത്. ആയിരക്കണക്കിന് ആളുകൾ. പരിപാടി കഴിഞ്ഞിട്ടും ആളുകൾ പിരിഞ്ഞു പോകാത്ത വിധം. ഞാൻ കുറെ തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയേറെ ആവേശകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ സ്വാധീനം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണ നാൾക്കുനാൾ വർദ്ധിച്ചു വന്നതായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. വടകരയിലെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ എന്നെ വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ടീച്ചർ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുത്തതാണ്. ഇത്ര അധികം ഒരു ആവേശവും ജനക്കൂട്ടമൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് സാധാരണഗതിയിലുണ്ട്. ഇവിടെ എല്ലാ ദിവസവും ആൾക്കൂട്ടമാണ് ഇല്ലേ? തെരഞ്ഞെടുപ്പ് എപ്പോഴും ആവേശഭരിതമായിട്ട് മാറാറുണ്ട്. പക്ഷേ വടകര പാർലമെന്റ് മണ്ഡലം ഇത്തവണ തിരിച്ചു പിടിക്കണമെന്നുള്ളത് ഒരു വലിയ ആവേശമായിട്ട് ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മാത്രമല്ല, മറ്റ് പാർട്ടികളിൽപ്പെട്ട ഒരുപാട് ആളുകൾ, സാധാരണഗതിയിൽ നിഷ്പക്ഷമായി നിൽക്കുന്നവരെല്ലാം ചേർന്നുകൊണ്ട് ഒരു വലിയ വിജയത്തിന് ഒരുക്കമുണ്ടാക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വലിയ വിജയം തന്നെ ഉണ്ടാവും അല്ലെ? ഈ വലിയ പഴയ 1,30,000 വോട്ടിനൊക്കെ ഇടത് സ്ഥാനാർത്ഥി ജയിച്ച മണ്ണാണിത്. അതെ, ഭൂരിപക്ഷം എത്രയാണെന്ന് ഞാൻ പ്രവചിക്കുന്നില്ല. പക്ഷേ വലിയ വിജയം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ അനുഭവം. ടീച്ചർ മുമ്പ് പ്രസംഗത്തിൽ പറഞ്ഞു ചില ആളുകളൊക്കെ കരച്ചിൽ തുടങ്ങി. ആദ്യം ടീച്ചറെ ആക്രമിച്ചു, ഇപ്പൊ അതേ കരയാൻ തുടങ്ങിയെന്ന്. എന്താണ് ഇപ്പൊ? ഇന്നലെ ഒരു വക്കീൽ നോട്ടീസ് അയക്കുന്നു, DGPക്ക് പരാതി നൽകുമെന്ന് പറയുന്നു. അതെ, എനിക്കൊരു നോട്ടീസും കിട്ടിയിട്ടില്ല. പക്ഷേ ജനങ്ങൾ കാണണം. എന്നെ അപകീർത്തിപ്പെടുത്തുന്ന വളരെ മോശമായിട്ടുള്ള ചിത്രീകരണം ഉണ്ടാക്കുക, അതുപോലെ തന്നെ എൻ്റെ രാഷ്ട്രീയ അഭിപ്രായത്തെ ഘടകവിരുദ്ധമായി സൂചിപ്പിച്ചുകൊണ്ട് വ്യാജ പേജുകൾ, ഞാൻ പറഞ്ഞല്ലോ, ചില പ്രസിദ്ധ മാധ്യമങ്ങളുടെയും ആത്മീയ ആചാര്യന്മാരുടെയും അടക്കം പേജുകൾ വ്യാജമായി കള്ളമായി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്കെതിരെ പ്രചരണം നടത്തുക, അത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ ഇത്തവണ അത് സംഭവിച്ചിട്ടുണ്ട്. അതിന് ഉത്തരവാദികൾ ആരായാലും അവർ ജനങ്ങളോട് മറുപടി പറയണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് ഈ ദ്രോഹമതിന് ഞാൻ ആദ്യം അതെല്ലാം അവഗണിക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷെ അടിക്കടി ഇങ്ങനെ ഏതോ ഒരു ഫാക്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നത് പോലെ വ്യാജ പ്രചരണങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, എന്തെല്ലാം പ്രചരണങ്ങൾ, ഞാനതൊന്നും ഇപ്പോൾ ഇവിടെ മുഴുവൻ വിശദീകരിക്കുന്നില്ല. പരാതി കൊടുത്തെടുത്ത് അത് സംബന്ധിച്ചുള്ള എല്ലാ തെളിവുകളും വെച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. എന്നെ വ്യക്തിപരമായി അങ്ങനെ ചെളിവാരി എറിഞ്ഞിട്ട് ഇപ്പോൾ അത് ഞാൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരികയാണ്. ഇത് എന്തൊരു സ്വഭാവമാണിത്? അത് ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? അപ്പോൾ ജനങ്ങൾ എന്നെ പരിഹസിച്ചതിന് ജനങ്ങളുടെ ഇടയിൽ പ്രതിഷേധമുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഇപ്പൊ കരച്ചിലും വീഴ്ചലും തുടങ്ങിയിട്ട് കാര്യമില്ല. അന്നേരം നിഷേധിക്കേണ്ടതാണത്. നിഷേധിച്ചില്ലല്ലോ ഒരു വാക്കുകൊണ്ട് പോലും. അതുകൊണ്ട് അതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ അവസാനത്തെ ദിവസം എത്ര വലിയ നുണ നിങ്ങൾ പ്രചരിപ്പിച്ചാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. അവർ അതിന് പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.
ഈ സ്ഥാനാർത്ഥി പറയുന്നത് ഇങ്ങനെ അണികളോ അല്ലെങ്കിൽ മറ്റാരൊക്കെ ചെയ്യുന്ന കാര്യത്തിന് എങ്ങനെ താൻ ബാധ്യത ഉണ്ടാകുമെന്നാണ്. കാരണം പല കാര്യങ്ങളും തെരഞ്ഞെടുപ്പായി നടക്കും. തനിക്ക് ഇങ്ങനെ ഒരു പാരമ്പര്യമില്ല. തന്റെ അമ്മയടക്കം ടീച്ചർ പേരെടുത്ത് പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിലാണ്. ഞാൻ ഇതുവരെ എന്റെ നാക്കുകൊണ്ട് പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം എങ്ങനെയാ അതന്നെ ഞാൻ നുണാന്ന് പറയുന്നത്. ഞാൻ ഒരാളുടെ അമ്മയെക്കുറിച്ചും പറഞ്ഞിട്ടില്ല, അച്ഛനെ കുറിച്ചും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എനിക്ക് നേരെ വന്ന ആക്രമണത്തെ തുറന്നു കാണിക്കാൻ നിയമപരമായ നടപടികൾ സ്വീകരിക്കുക മാത്രമാണ് ചെയ്തത്. ഞാൻ ആരെയും വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും എന്തായാലും നിയമ നടപടികളുമായി ഊർജിതമായി തന്നെ നിൽക്കുമല്ലേ ഇത്? തീർച്ചയായിട്ടും ഇമാതിരി ഇനി ഒരാൾ ചെയ്യരുത്. അതുകൊണ്ടാണ് നിയമ നടപടികളിലേക്ക് പോകുന്നത്. എന്തായാലും ടീച്ചർ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിയമ നടപടികൾ അതൊരു മറ്റൊരു രീതിയിൽ കൂടെയാണ് കാണുന്നത്. കാരണം ഒരു സ്ത്രീക്കെതിരായ അല്ലെങ്കിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്കെതിരായ മോശം പെരുമാറ്റം അത് അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന ഒരു തരത്തിൽ തന്നെയാണ് ടീച്ചർ എത്തിയിരിക്കുന്നത്. എന്തായാലും ആവേശകരമായ കുട്ടിക്കലാശ ദിനത്തിലെ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നു. തുറന്ന വാഹനത്തിൽ ടീച്ചർ വോട്ടർമാരെ നേരിട്ട് കൈവീശി അഭിവാദ്യം ചെയ്ത് മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സജിത്ത്. റൈറ്റ്, എന്തായാലും വലിയ ആവേശക്കാഴ്ച തന്നെയാണ് വടകരയിൽ നിന്ന് ഈ അവസാന ദിവസം പങ്കുവയ്ക്കാനുള്ളത്. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി വാഹന പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. LDF സ്ഥാനാർത്ഥിയോടൊപ്പം KK ശൈലജയോടൊപ്പം ആയിരുന്നു ഞങ്ങളുടെ പ്രതിനിധി അനീഷ് രാവിലെ തന്നെ ചേർന്നത്. സജിത്ത്, അവിടെ